മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോ അടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഹലോ, എക്സ്ക്യൂസ് മീ. ഇപ്പോൾ അത്യാവശ്യം വൈറലായിട്ട് ഏറെ കിടക്കുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, ഷെഫീന ബീവി, ദയാ സുജിത്തിൻ്റെ കേസ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ വന്നപ്പോൾ ഞാനത് തൊടണ്ട, വെറുതെ എന്തിനാ നാറ്റ കേസ് എന്ന് വിചാരിച്ച വിട്ടുകളഞ്ഞാ. അതിന് പുറമെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഒരു രണ്ടാമത്തെ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അവരതിനകത്തൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു, ഞാനത് പ്ലേ ചെയ്യാം ജസ്റ്റ് ഒന്നേ. ഹായ്, മഞ്ജു പിള്ളയുടെ മകൾക്കെതിരെ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എതിരെ എന്നല്ല, ആ കുട്ടി ചെയ്ത ഒരു വൃത്തികേടിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാൻ പബ്ലിക്കിലേക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കാന്ന് വെച്ചത്. മഞ്ജു പിള്ള എനിക്കെതിരെ കേസ് കൊടുക്കും, മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റു എന്നൊക്കെ പറഞ്ഞു. മഞ്ജു പിള്ള എന്നെ മൂക്കി കയറ്റാൻ, ഞാൻ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മകൾക്ക് തുണിയൂരി കാണിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് തുണിയൂരി കാണിക്കലാണെന്നും എന്റെ മകളോ എന്റെ കുടുംബത്തിലുള്ളതോ എന്റെ ചുറ്റുമുള്ളവരോ വേറൊരു പെൺകുട്ടിയും അവളെ മാതൃകയാക്കരുതെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷിപ്തമാണ്. എനിക്കത് പറയാനുള്ള ഇതുണ്ട്. ഒരുപാട് പേരുടെ കമന്റ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് റിയാക്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു, വിട്ട് കളഞ്ഞന്. ഇതിലിവർ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ടെന്ന്. തീർച്ചയായിട്ടും ഉണ്ട്, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഒരാളെ അപമാനിക്കാനുള്ള അവകാശമില്ല. അതായത് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. ഭാരതീയ ന്യായ സംഹിത BNS ആക്ട് 2023 പ്രകാരം സെക്ഷൻ നമ്പർ 356 ഡിഫമേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അറിയാവോ? പറഞ്ഞുതരാവേ. അപകീർത്തിപ്പെടുത്തൽ എന്ന് പറയും. അതായത് മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ അവരെ ഡീഫെയിം ചെയ്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശിക്ഷാർഹമായ കുറ്റമാണ്. 2 വർഷം തടവും ഫൈനും അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെ സെക്ഷൻ നമ്പർ 356 കൂടി ഉണ്ട്. അതായത് ബ്രീച്ച് ഓഫ് പീസ് എന്ന് പറയും, സമാധാന ലംഘനം. അറിയായിരിക്കുമല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഈ 2 കേസിലും പുള്ളിക്കാരി ഒന്നും കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെട്ട്. പിന്നെ വേറൊരു സംഭവം കൂടി, അതായത് ഫസ്റ്റ് പറഞ്ഞത് ഭയങ്കര, അതും ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. രണ്ടാമത് കുറേ എക്സ്ക്യൂസുകളായിട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. അതിനകത്ത് ഒരു പോയിന്റ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെ. തൊപ്പിയുടെ ചാനൽ അടിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? നഗ്നത പ്രദർശിപ്പിക്കുന്ന എല്ലാ ചാനലുകളും എടുത്ത് ദൂരെ കളയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 100% എടുത്ത് കളയണം. എന്തിന്? ഞങ്ങൾക്കിതൊന്നും കാണണ്ട, ഞങ്ങൾക്കിതൊന്നും കേൾക്കാൻ വേണ്ട. അതായത് ഈ പറഞ്ഞത് തമ്മിൽ നല്ല അന്തരമുണ്ട്. തൊപ്പിയുടെ എടുത്ത് കളഞ്ഞതിന് കാരണമുണ്ട്. തൊപ്പി തീർച്ചയായിട്ടും ലൈംഗിക ചൊവ്വയോടുകൂടിയാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത്. അവൻ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ പോലും എടുത്തു തന്ന വീഡിയോസിലെല്ലാം വളരെ വൃത്തികെട്ട രീതിയിലും വൾഗറായിട്ടുള്ള രീതിയിലും അവൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ദയാ സുജിത്തിനെ കുറിച്ച് പറഞ്ഞ ഫുൾ കമന്ററി എല്ലാം പറയേണ്ടത് തൊപ്പീനെ കുറിച്ചാണ്. കാരണം ആ പറയുന്ന രീതിയിലെല്ലാം തൊപ്പി നടന്നത് കൊണ്ടാണ് അവൻ ഇത്രയും. പോരാത്തതിന് നർക്കോട്ടിക്സ് ഉണ്ടെന്ന് പറയുന്നത് വെരിഫൈഡ് അല്ല, അറിയില്ല. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അത് റീസണബിൾ ആണ്. ദയാ സുജിത്ത് എന്ന് പറയുന്ന കുട്ടി ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. തീർച്ചയായിട്ടും ആ കുട്ടി ചെയ്യുന്ന വീഡിയോസ് എല്ലാം മോഡൽ റിലേറ്റഡ് ആയിരിക്കും, അതേപോലത്തെ ഡ്രസ്സുകളായിരിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കൊടുത്തിരിക്കുന്ന ഫോട്ടോസ് ഇല്ലേ, എന്താണ് ആ ഫോട്ടോസിനൊരു കുഴപ്പം? എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല. പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കത് ധരിച്ചു കിടന്നാൽ എനിക്ക് സ്യൂട്ടാവില്ല, എനിക്ക് ഉറപ്പായിട്ടും സ്യൂട്ടാവില്ല. ആ കുട്ടിക്ക് നല്ലൊരു ബോഡി സ്ട്രക്ചറുണ്ട്, നല്ലൊരു ബോൾഡ്നെസ് ഉണ്ട്, നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കത് കണ്ടിട്ട് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അല്ലേലും ഇവർക്ക് സ്വന്തം വാർഡ്രോബിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതല്ല പ്രശ്നം. മഞ്ജുപിള്ളയുടെ വാർഡ്രോബിൽ എന്തൊക്കെയുണ്ട്, അതേപോലെ ദയാ സുജിത്തിന്റെ വാർഡ്രോബിൽ എന്തൊക്കെയുണ്ട്, ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. ഫാഷൻ പോലീസ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ ഈ ഇന്ത്യക്കകത്തില്ല കേട്ടോ. പക്ഷെ അതിന്റെ ഹെഡ് ഓഫീസ് ഇവരുടെ മനസ്സിൽ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഷെഫീന ബീവിയുടെ ആദ്യത്തെ വീഡിയോസിലുള്ള ഒരു പെവർ കാണണോ? കാണിച്ചു തരാം. സെക്കൻഡ് വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലേ അല്ല. സെക്കൻഡ് വീഡിയോ ഒരു അമ്മയായി, അതായത് ദയാ സുജിത്തിന്റെ അമ്മയെ പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ കാണിച്ചു തരാവേ, അത് ആരാണെന്നൊന്ന് പറഞ്ഞു തരണേ. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15ഉം ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോ അടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? അതാണ് സംഭവം. അതായത് ഇതിനകത്തൊരു പോയിന്റ് കേട്ടായിരുന്നോ?
നിനക്ക് നല്ലൊരു ബോഡി സ്ട്രക്ചർ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയാന്ന് അറിയോ, കിട്ടാത്ത മുന്തിരി ദേ ഒരെണ്ണം താഴെ കിടക്കുന്നത്, അത്രേ ഉള്ളൂ. അതാണ് സംഭവം. അതിലെ ലാസ്റ്റത്തെ ആ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയ്ക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വസ്ത്രം കണ്ടിട്ട് എങ്ങനെ ഈ ഒരാളുടെ സ്വഭാവം കളക്കാൻ പറ്റുന്നത്? ഒരു വസ്ത്രത്തിൽ അവരുടെ സ്വഭാവം, മൊറാലിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നതെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ വസ്ത്രം നോക്കിയിട്ട് ഒരാളുടെ സ്വഭാവം ഇതാക്കാമെങ്കിൽ നമ്മുടെ കഷായം ഗ്രീഷ്മയൊക്കെ ഈ ലോകം കണ്ടു വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടികളല്ലേ? അങ്ങനെ ആവത്തില്ലായിരുന്നോ? അത് മാത്രമല്ല, അപ്പോൾ യൂണിഫോം ഇട്ട് നടക്കുന്ന എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കുമല്ലോ. എന്ത് വായത്? വസ്ത്രധാരണയൊക്കെ നോക്കിയിട്ട് ഒരാളുടെ സ്വഭാവം നിർണ്ണയിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊക്കെ വളരെ നല്ല സ്വഭാവമുള്ള കുട്ടിയല്ലേ, ഹിജാബൊക്കെ ധരിച്ച് അല്ലേ? എന്നാലേ അങ്ങനെയല്ല. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പലരും എന്നെ കുറ്റം പറയാറുണ്ടല്ലോ. വൈ ബിക്കോസ് ഓഫ് മാസ്റ്റർ ഡോഗാട്ടോ, എൻ്റെ ഫസ്റ്റ് ഡോഗ മരിച്ചുപോയി. ഞാൻ എൻ്റെ ഒരു സ്റ്റോറി എൻ്റെ ഈ ചാനലിൽ പറയുന്നുണ്ട്, കേട്ടാൽ മതി സമയം കിട്ടുമ്പോൾ. ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ ഉയർത്തിപ്പിടിച്ച് നടക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അതല്ല താഴ്ത്തിക്കെട്ടിയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സ് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിൽ പറഞ്ഞിരിക്കുന്ന എന്താന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക, എന്നിട്ടൊക്കെ ഫെമിനിസത്തിനെ കുറിച്ച് പറഞ്ഞാൽ പോരെ. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്. ഇത് കേട്ടായിരുന്നോ? സത്യം പറഞ്ഞ് ഇവരുടെ പ്രശ്നം അതാ, അവർക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അത് ഇവർക്ക് ഇല്ലാത്തതിന്റെയോ അങ്ങനെ എന്തൊക്കെയോ ആണ് ഇവർ ഈ കാണിക്കുന്ന ഫ്രസ്ട്രേഷൻ. കണ്ടോ? അതൊക്കെ പറയുമ്പോൾ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ദയാസുജിത്തിനെ കുറിച്ച് പറയാനായിട്ട് ഇവരെടുക്കുന്ന ഒരു എനർജി ഇല്ലേ, ആ എനർജി വെച്ചിട്ട് നിങ്ങളൊരു 4-5 എക്സസൈസ് അങ്ങോട്ട് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് 6 പാക്ക് വരുമല്ലോ. അമ്മാതിരി എനർജി എടുക്കുന്നത്. ഇങ്ങനെ ഇരിക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. സ്വാഭാവികമായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ പൃഥ്വിരാജിന്റെ ചേട്ടന്റെ മോള്, അവളുടെ കാര്യം ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് മല്ലിക സുകുമാരൻ ഇരുന്നുകൊണ്ട് 2-3 ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഐ ആം ഹെൽപ്ലെസ് എന്ന രീതിയിൽ ദ്വയാർത്ഥത്തിൽ പറഞ്ഞു. കറക്റ്റ് ഡയറക്റ്റ് പറഞ്ഞില്ല, അവരുടെ ഭാഷ അത് ഇതെന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ കുറച്ച് കുറഞ്ഞു വന്നു. ഈ നമ്മള് പുരോഗമനം എന്നത് ഡ്രസ്സൂരി കളഞ്ഞുകൊണ്ടല്ല വരേണ്ടത് എന്നാണ് എന്റെ ഒരു ഭാഗം. അതാണ് പുരോഗമനം എന്ന് പറയുന്നത്. നമ്മൾ ഈക്വാലിസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ മനുഷ്യരെ കുറച്ചുകൂടെ നല്ല രീതിയിൽ, കുറച്ചുകൂടെ അക്സെപ്റ്റൻസ് ഉള്ള രീതിയിൽ സ്ത്രീകൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചിന്താധാരകളെയും പുരോഗമനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. അതായിരിക്കും അതിന്റെ ഒരു ശരിയായ കണക്കെന്നാണ് എന്റെ ഒരു വാദം. ഈ കുട്ടികളെ ഇത് പഠിപ്പിച്ചു കൊടുത്തത് ഇതിന്റെ മുതിർന്ന ചേച്ചിമാര് തന്നെയാണ്. അതിനകത്ത് ഇങ്ങനെയാണ്, ആരെയും കുറെ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് പുരോഗമനം വന്നു കയറിയുന്നത്. അഹാനയും അതെ, ദിയാകൃഷ്ണയും അതെ, വേറും ഡ്രസ്സിൽ അവർ ഭയങ്കരമായിട്ട് ഇത് കാണിക്കുന്നവരാണ്. അതെന്തോ പുരോഗമനമാണെന്ന് ആ കുട്ടികളെ ആരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ വളർന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ മറ്റ് ജില്ലകളെ വെച്ച് തിരുവനന്തപുരത്തെ കമ്പാരിസൺ നടത്തരുത്. ഇവിടെ മിഡിൽ ക്ലാസ് പീപ്പിൾ ആണ് അധികം ഉള്ളത്. അങ്ങനെ ഓവറായിട്ടൊന്നും അങ്ങനെയൊന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുകയൊന്നുമില്ല. എന്നാൽ തീരെ അങ്ങ് ഭയങ്കരമായിട്ടുള്ള സദാചാരവാദങ്ങളും ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് ഈ കാണിക്കുന്നത് തുട്ടിത്തരമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ വിഷയം ഞാൻ എടുത്ത് പബ്ലിക് ചെയ്തത്. രണ്ടാമത്, ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ കൂടെ ഒരു എമൗണ്ട് കിട്ടും. അത് വെച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാമെന്നൊരു നരേഷൻ കൊടുക്കുന്നുണ്ട്. അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ രീതിയിൽ വൾഗറായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് നല്ല വരുമാനമുണ്ട്. വീട്ടു ജോലിക്ക് പോകുന്നവർക്ക് അതിന്റെ നേർ പകുതി പൈസ കിട്ടുള്ളൂ. പക്ഷെ അതിനകത്തൊരു അഭിമാനമുണ്ട്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇതില് പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ ഈ ഡ്രസ്സ് ധരിക്കുന്നത് പുരോഗമനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നുണ്ടല്ലോ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ പൂർണിമയുടെ മകള് ദിയാകൃഷ്ണ, പിന്നെ ആരാ, അഹാന, പിന്നെ ദയാസുജിത്ത്, ഇവരെല്ലാരും ഈ ഡ്രസ്സ് ധരിക്കുന്ന പുരോഗമനത്തിന് വേണ്ടിയാന്ന് അവര് പറഞ്ഞോ? എപ്പോഴാ പറഞ്ഞേ? അല്ല, ഇവര് എല്ലാത്തിലും പറയുന്നുണ്ട് പുരോഗമനത്തിന് വേണ്ടി ഡ്രസ്സ് അഴിക്കുന്നു. അവരങ്ങനെ പറഞ്ഞായിരുന്നോ? നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾ ധരിക്കുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തെ നമ്മൾക്ക് യോജിക്കാതിരിക്കാം, ഓക്കെ. പക്ഷേ അതുകൊണ്ട് അവരെ അപമാനിക്കും എന്ന് പറയാനുള്ള ലൈസൻസ് ആർക്കും കിട്ടുന്നൊന്നുമില്ല. വിമർശനം വേറെ, അപമാനം വേറെ. അതാദ്യം ഒന്ന് മനസ്സിലാക്കിക്കോ. വേറെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. അവരെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മോനല്ലേ, നല്ലൊരു മോൻ ശരിക്കും പറഞ്ഞാൽ. നിങ്ങളിപ്പോൾ ആ മകനെ സ്നേഹിക്കുന്നതും ആ മകനോട് ഭയങ്കര ഇഷ്ടത്തോടുകൂടി പെരുമാറുന്നതും ഇല്ലേ, ഇതേപോലെ തന്നെയാണ് ആ മഞ്ജു പിള്ളയ്ക്ക് അവരുടെ മകളും. നിങ്ങളൊരു മുസ്ലിം അല്ലേ, നിങ്ങളൊരു ഹിജാബോ അല്ലെങ്കിൽ തട്ടവോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതപ്പം നിങ്ങൾ പറയുന്നത് അത് നിങ്ങളുടെ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്, എൻ്റെ സ്വാതന്ത്ര്യം എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് തന്നെ സെയിം തന്നെ എല്ലാവർക്കും അവരെന്ത് ധരിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കാണണമെന്നാണ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുക. നിങ്ങൾ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്റെ ആശയം കാണാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതേപോലെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കാൻ അവർ നിങ്ങളോട് പറഞ്ഞായിരുന്നു. പിന്നെന്താ ഷെഫീന ബീവി ഇതെന്ത് ജീവി, വിവരമില്ലാത്തവളാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, അത് അഹങ്കാരമാണ്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നാ പിന്നെ അങ്ങോട്ട്